ഹലോ. ഹലോ, ചന്ദ്ര സാറേ, സേനാണേ. സേനൻ? ബ്രോക്കർ. പറഞ്ഞു. ഞാൻ പറഞ്ഞ പയ്യനും വീട്ടുകാരും ഇന്നങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല, ഞങ്ങളൊക്കെ ആണെങ്കിൽ പോരെ. ഓക്കെ. മോളെ കാണാനൊരു കൂട്ടർ വരുന്നുണ്ട്, വന്ന് കണ്ടോട്ടല്ലേ? ഓ, വരട്ടെ. പിന്നെ ഒരു കാര്യം, അവളടുത്ത് നിങ്ങളെ തന്നെ പറഞ്ഞോളണം. അവസാനം അച്ഛനും മോളും ഒന്നാവുകയും ചെയ്യും, ഞാൻ കുറ്റക്കാരിയാവും. അത് ഞാൻ പറഞ്ഞോളാം. അമ്മേ, ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ സമയമാകുമ്പം പറയാന്ന്. എന്നിട്ടിപ്പം അത് നീ എൻ്റെ കൂടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. അച്ഛൻ തോടെ ഇരിപ്പുണ്ട്, അങ്ങോട്ട് പോയി പറ. ശേ, ആ ബ്രോക്കർ വിളിച്ചു, അച്ഛൻ വരാൻ പറഞ്ഞു. അവരൊന്ന് കണ്ടിട്ട് പോയിക്കോട്ടല്ലേ? എന്നാലും അച്ഛ, ശേ. പിന്നെ സാരി ഉടുക്കാനൊന്നും ഞാനില്ല. ദാ ഇങ്ങനെ വന്ന് നിൽക്കും. നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ശേ, എനിക്ക് വരിക സാറേ, ഇതാണ് വീട്. ഇറങ്ങ. വരണം സാറേ, സമയം കളയണ്ട. ഓഹോ, ആയിക്കോട്ടെ. വാ മോനെ. സാറേ നമസ്കാരം. നമസ്കാരം. വാ. ഇതാണ് നമ്മുടെ രാമേഷ സാറ്, വടക്കേ വീട്ടിൽ കെട്ടിയുടെ ഗൾഫ. ഇത് രമത ടീച്ചർ. ഇതാണ് ഞങ്ങളുടെ മകൻ വൈഷ്ണവ കൃഷ്ണൻ, ഗവൺമെന്റ് ജോലിയാണ്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതെ, വെറുതെ സമയം കളയണ്ട. അത് ശരിയാ. മോളെ ചായ എടുക്ക. ഇപ്പോഴത്തെ പിള്ളേരല്ലേ സാറേ, ആർക്കുള്ള സംസാരിക്കാൻ കാണും, അവർ സംസാരിക്കട്ടെ. ഏയ്, മോനൊന്നും സംസാരിക്കാനില്ല. അമ്മേ, എനിക്ക് സംസാരിക്കാനുണ്ട്. ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് കാണാൻ വരുന്നത്, അപ്പം അതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ ഇത് പതിവുള്ളതാ. അപ്പോ ആ കൂട്ടത്തിലാണോ ഇതും? ഇതുവരെ ആരെയും ഇഷ്ടപ്പെട്ടില്ല എന്നാണോ? ചെറുക്കന് പെണ്ണ് ഇഷ്ടമായ സ്ഥിതിക്ക് നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും, വിരോധമൊന്നും തോന്നരുത്. എന്ത് വിരോധം? കാര്യങ്ങൾ തുറന്ന് തന്നെ സംസാരിക്കും. നമ്മൾ അവനെ കഷ്ടപ്പെട്ടാണ് വളർത്തി വലുതാക്കി. പഠിച്ചൊരു ജോലി കിട്ടുന്നവരെ നല്ല ചെലവും ഉണ്ടായിരുന്നു. വളച്ചുകെട്ടില്ലാതെ കാര്യങ്ങൾ പറയാം. നിങ്ങൾ അവൻ എന്ത് കൊടുക്കും? എന്താ നിങ്ങളുടെ ഡിമാൻഡ്? അത് തുറന്നു പറയും. കാര്യങ്ങൾ നേരെ വാ, നേരെ പോ. അതെനിക്കറിയാലോ, നിങ്ങൾ പറഞ്ഞോ.
75 പവനും ഒരു കാറും. ഒറ്റ മകളല്ലേ ഉള്ളൂ. ഈ വീട് സ്ഥലമൊക്കെ മോൾക്കായിരിക്കുമല്ലോ. ബാക്കി നിങ്ങൾക്ക് ഒക്കും പോലെ. സാറേ ഇതൊക്കെ ഓക്കെയാണെങ്കിൽ ബാക്കി കാര്യത്തിലോട്ട് കിടക്കായിരുന്നു. നിങ്ങൾ ചോദിച്ചത് അത്ര വലുതൊന്നുമല്ല. നിങ്ങളുടെ മകന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ളതാണ് താനും. നമുക്ക് സമ്മതം. അപ്പോൾ അല്ല ഓക്കെ ആയ സ്ഥിതിക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം. എല്ലാം ഓക്കെ ആയില്ലല്ലോ. നിങ്ങളുടെ മകന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ചോദിച്ചു. അപ്പോൾ എന്റെ മകൾക്ക് എന്ത് കൊടുക്കും? അല്ല, താങ്കൾ എന്താണ് ഉദ്ദേശിച്ചത്? മകൾക്ക് എന്ത് കൊടുക്കുന്ന കാര്യം? നിങ്ങൾ മകനെ ഒരുപാട് കഷ്ടപ്പെട്ട് ചിലവാക്കി പഠിപ്പിച്ച് ഒരു ജോലിയെല്ലാം വാങ്ങിക്കൊടുത്തു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പോൾ ഇത്രയും എന്നോട് ചോദിച്ചത്. അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ മകളെ കഷ്ടപ്പെട്ട് ഒരുപാട് ചിലവാക്കി പഠിപ്പിച്ച് ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിക്കൊടുത്തു. അവളിപ്പോൾ ടീച്ചറാണ്. നിങ്ങളുടെ മകനേക്കാൾ ശമ്പളവും യോഗ്യതയും കൂടുതലുള്ള എൻ്റെ മകൻ നിങ്ങൾ എന്ത് കൊടുക്കും? സാറേ എന്നാ പിന്നെ ഞാൻ കൂടെ അങ്ങോട്ട് ബിസ്ക്കറ്റ്. ആ